വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് പച്ചക്കറി കുറേ സമയത്ത് വേവിക്കാൻ പാടില്ല. കറി വെച്ച് കൂട്ടിയ അനുഭവം എനിക്കുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ ഒരു ഫ്രൈയുടെ ഒരു രീതിയിലേക്ക് എടുക്കണമെങ്കിൽ ഒതുക്കിയെടുക്കാം. എന്തും ചെയ്യാം. ഇത് ഞാൻ സിമ്പിളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല രസമാണ്, നല്ല രുചിയായിരുന്നു ഇത് കൂട്ടാനായിട്ട് കേട്ടോ. ഒന്ന് മാറി ചിന്തിക്കാനും കൂടെ ശ്രമിക്കുക. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടും തന്നെ പരിചരണമില്ലാതെ വഴിയിലും പറമ്പിലുമൊക്കെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ചുണ്ട. അതിന്റെ കായ്ക്ക് നമ്മൾ ചുണ്ടങ്ങ എന്ന് പറയുന്നു. പണ്ട് കാലത്ത് ഇത് ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ചുരുക്കം മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഈ ചുണ്ടങ്ങ കൊണ്ടാട്ടമായിട്ടും തോരനായിട്ടും മെഴുക്കുപുരട്ടിയായിട്ടും തീയലായിട്ടും ഉപ്പേരി ആയിട്ടും ഒക്കെ നമ്മൾക്ക് വിവിധ തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ പറിച്ച് അതിനെ വൃത്തിയാക്കി അടർത്തിയെടുത്ത് പൊട്ടിച്ചെടുക്കണം. അതിനായിട്ട് അരകല്ലിൽ വേണമെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഉരലിലിട്ട് ഇടിച്ചാണെങ്കിലും നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. എങ്ങനെയായിരുന്നാലും നന്നായി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു പുറത്തു വരുന്ന വിധം പൊട്ടിച്ചെടുക്കണം. രക്തപ്രവാഹം വേഗത്തിലാക്കാനും രക്തസമ്മർദ്ദം തടയാനും ചുണ്ടങ്ങ സഹായിക്കും. അതുപോലെ ചുമ, നീരിറക്കം, മൂത്രാശയ രോഗങ്ങൾ ഇവ തടയുന്നത് പോലെ ആസ്മ പ്രതിരോധിക്കുന്നതിനും ഇത് സഹായമാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ ഇരുമ്പിനാൽ സമ്പന്നമായതിനാൽ വിളർച്ച തടയാനും ചുണ്ടയ്ക്ക് ശേഷിയുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോഴേക്കും തന്നെ നല്ല ഒരു കറുപ്പ് കളറിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ്. അത് പൊതുവെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചുണ്ടങ്ങയ്ക്ക് കഴിവുണ്ട്. ഒട്ടനവധി രോഗങ്ങൾക്ക് ചുണ്ടങ്ങ ഒരു പ്രതിവിധിയായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പഴയ തലമുറയ്ക്ക് ഇതൊക്കെ നല്ല സുപരിചിതമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ എന്ന് ഉള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊട്ടിച്ച് നന്നായി എടുത്ത് കഴുകിയെടുക്കുക. ഇപ്പോൾ ഒത്തിരി കറയുണ്ട് അതിനകത്ത്. നമ്മൾ ഏകദേശം വഴുതനയോടുള്ള സമമാണ്. പക്ഷെ വഴുതനങ്ങ നമ്മൾ പിഞ്ചോടെ പറിച്ച് ഇങ്ങനെ കഴുകാതെ തന്നെയാണ് കറി വയ്ക്കുന്നത്. ഇത് പക്ഷെ നമുക്കങ്ങനെ സാധിക്കത്തില്ല. ഇതിനകത്ത് ഒരുപാട് കുരു ഉള്ളത് കൊണ്ട് തന്നെ കുരു കളയേണ്ടതായിട്ടുണ്ട്. നമ്മളതിനെ പൊട്ടിച്ച് ഈ കുരു കളയാനായിട്ട് ഇതുപോലെ നന്നായി കഴുകിയെടുക്കുക. ഒരുപാട് മൂത്ത് പോകാത്തതാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമുക്ക് എല്ലാം കൂടി തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എങ്കിലും നമ്മൾക്ക് കാണുമ്പോൾ ഏറെക്കുറെയൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി തിരുമ്മി കഴുകിയെടുക്കുക. ഞാനിവിടെ ഒരു 3 പ്രാവശ്യമാണ് കഴുകുന്നത്. ആദ്യത്തെ 2 പ്രാവശ്യം നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്ത് കുരു ഒരു 3/4 ഭാഗം കുരുവും നമുക്ക് കളഞ്ഞെടുക്കണം. മൂന്നാം പ്രാവശ്യവും ഞാൻ ഇത് കഴുകാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറ കണ്ടോ, കറ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ വെള്ളത്തിൽ കിടക്കും തോറും അതിൻ്റെ കറ ഊറി ഇറങ്ങി വരും കേട്ടോ. ഇത് കഴുകിയത് കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കരുത്. നമ്മൾ ഇനിയും കഴുകിയാൽ ഇനിയും ഉണ്ടാവും. പക്ഷെ അത് മുഴുവനും നമ്മൾ കളയുന്നത് ഗുണകരമല്ലല്ലോ. നമുക്ക് കുറച്ച് ആവശ്യത്തിന് അതിൽ നിന്ന് നമുക്ക് ഗുണം കിട്ടണം. ഇത് മുഴുവൻ ഞെക്കിപ്പിഴിഞ്ഞ് വെള്ള കളറാവുന്നത് വരെ കളയാൻ നിൽക്കരുത്. പിന്നെ അത് കറി വയ്ക്കുന്നത് വെറുതെ ആയി പോകും. പിന്നെ ഞാനത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് വയ്ക്കുന്നത്. 2 ഉള്ളിയും മുറിച്ചിട്ടിട്ട് ഒരു തോരനും മെഴുക്കുപുരട്ടിയും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. വേറെ പല വിധത്തിൽ കറി വയ്ക്കാൻ ഞാൻ പിന്നീട് എപ്പോഴേലും അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടി ഞാനിട്ടു, അതുപോലെ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കുക. ഇതിൽ വറ്റൽമുളക് ഇടേണ്ടവർക്ക് അതിടാം. എനിക്ക് എരിവ് വളരെ കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കറിവേപ്പില ഉണങ്ങിയതൊക്കെ എനിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉണങ്ങിയ കറിവേപ്പിലയാണ് ഇടുന്നത്. പച്ചമുളക് ഇടാം, പക്ഷേ ചുമന്ന മുളക് ഞാൻ ഇട്ടത് കൊണ്ട് അതിൻ്റെ എങ്ങനെയുണ്ട് എരിവൊന്ന് നോക്കിയിട്ട് ഞാൻ വീണ്ടും ഒരു കുഞ്ഞ് പച്ചമുളകും കൂടെ ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കുറച്ച് സമയം ഇതുപോലെ അടച്ചു വെക്കുക. എന്നിട്ട് വീണ്ടും കരിഞ്ഞു പോവാതെ ചെറു തീയിലിട്ട് വേവിക്കുക കേട്ടോ. ചെറു തീയിലിട്ട് വേവിക്കുക, മൂടി വെക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. ഒരേപോലെ ഇരുന്നാൽ പെട്ടെന്ന് എല്ലാ ഭാഗവും വെന്ത് കിട്ടത്തില്ലല്ലോ. ഞാൻ ആ പച്ചമുളകിൻ്റെ ഒരു ചെറിയ പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ എടുത്ത് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് പച്ചക്കറി കുറേ സമയത്ത് വേവിക്കാൻ പാടില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് ഒരുപാട് പ്രാവശ്യം കറി വെച്ച് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഇലകളും കായകളും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ കറി വെച്ച് കൂട്ടിയ അനുഭവം എനിക്കുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഒരു പകുതി ഞാനിങ്ങെടുത്ത് മാറ്റി അതൊരു മെഴുക്ക് പുരട്ടിയുടെ ഒരു ഫ്രൈയുടെ ഒരു രീതിയിലേക്കാണ് ഞാനതെടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വീണ്ടും കുറച്ച് തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട്. ലേശം കൂടെ എണ്ണ ഇട്ട് അതിനെ ഒന്ന് നന്നായി ചൂടാക്കി ഇടുക. ചെറുതായിട്ടൊന്ന് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് നമുക്ക്
ഒരു തോരൻ്റെ രീതിയിലെടുക്കാം. അതിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ പല സാധനങ്ങൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഒതുക്കിയെടുക്കണമെങ്കിൽ ഒതുക്കിയെടുക്കാം, എന്തും ചെയ്യാം. ഇത് ഞാൻ സിമ്പിളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല രസമാണ്, നല്ല രുചിയായിരുന്നു ഇത് കൂട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾ പഠിക്കണം. നമ്മുടെ കുഞ്ഞുമക്കളും ഇതിനെയൊക്കെ ഒന്ന് രുചിച്ച് അവരെ പഠിപ്പിക്കണം. ഇപ്പം എല്ലാം പുതിയ പുതിയ ഭക്ഷണ രീതികളായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി രോഗങ്ങളുടെ വർധനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഇനി എൻ്റെ ചാനൽ മറ്റൊരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, നിങ്ങളതെല്ലാം ഒന്ന് കയറി കാണുക. നിങ്ങൾ സബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി നിങ്ങൾ സബ് ചെയ്ത് വെക്കുക. അതുപോലെ കാണുമ്പോൾ ലൈക്ക് കമൻറ്റൊക്കെ ഒന്ന് ഇടുക. ഏറെ പ്രയോജനപ്പെടുന്ന വീഡിയോകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.